കമ്പ്യൂട്ടറിന് പുതിയൊരു രൂപവുമായി ആപ്പിൾ ടീം. ടെക്നോളജിയുടെ ലോകത്ത് മാറ്റങ്ങൾ മാത്രമാണ് ആപ്പിൾ ടീം സമ്മാനിച്ചിരിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങളുടെ കൂട്ടത്തിൽ പുതിയൊരു മാറ്റവുമായി വീണ്ടും ആപ്പിൾ രംഗത്തെത്തിയിരിക്കുകയാണ്. എന്താണെന്നല്ലേ, കമ്പ്യൂട്ടറിന് പുതിയൊരു രൂപം കണ്ടുപിടിച്ചിരിക്കുകയാണ് ആപ്പിൾ. ആപ്പിളിന്റെ മാജിക് കീബോർഡിന് സമാനമായ രീതിയിലുള്ളതാണ് പുതിയ ആശയം. കീബോർഡിനുള്ളിൽ CPU ഉൾക്കൊള്ളിക്കുക എന്ന വേറിട്ട ആശയമാണ് ഇവർ ആവിഷ്കരിക്കാൻ പോകുന്നത്. വീട്ടിലോ ഓഫീസിലോ ഉള്ള ഒന്നോ ഒന്നിലധികമോ മോണിറ്ററുകളുമായി കണക്ട് ചെയ്ത് പ്രവർത്തിപ്പിക്കാനാകും എന്നാണ് കരുതുന്നത്. US പേറ്റന്റ് ആൻഡ് ട്രേഡ് മാർക്ക് ഓഫീസാണ് ഈ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഡെസ്ക്ടോപ്പ് സ്ഥിരമായി ഒരേ സ്ഥലത്ത് വെച്ചാണ് പ്രവർത്തിപ്പിക്കുന്നതെന്ന്. ഒരു കമ്പ്യൂട്ടറിന്റെ അനുബന്ധ ഘടകങ്ങളായ CPU, മൗസ്, UPS, കീബോർഡ്, സ്പീക്കർ തുടങ്ങിയവയും ഇവയുടെ കേബിളുകളും ഒക്കെ അവിടെ തന്നെ ഫിക്സ്ഡ് ആയിരിക്കും. ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. മാത്രമല്ല, ഇങ്ങനെ മാറ്റുമ്പോൾ കേടുപാടുകൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. സമയമേറിയതും വിഷമം പിടിച്ചതുമായ ഈ ഒരു പണിയെ ഇല്ലാതാക്കുകയാണ് ലാപ്ടോപ്പും ടാബ്ലറ്റും ഒക്കെ ചെയ്തത്. എന്നാൽ ലാപ്ടോപ്പിനേക്കാളും ലളിതമായ മാജിക് കീബോർഡ് കമ്പ്യൂട്ടറാണ് ആപ്പിൾ ഇറക്കാൻ പോകുന്നത്. പുതിയ ഈ ഉപകരണം മാക് മിനിയെ പോലെ ആയിരിക്കും പ്രവർത്തിക്കുക. മാക് മിനിക്ക് പ്രവർത്തിക്കാൻ കീബോർഡും മൗസും ഒക്കെ ആവശ്യമാണെങ്കിൽ പുതിയ കീബോർഡ് കമ്പ്യൂട്ടറിന് ഇതൊന്നും വേണ്ടി വന്നേക്കില്ല. മാത്രമല്ല, അത് മടക്കാനും സാധിക്കുമെന്ന് പറയുന്നു. മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് മൊബൈൽ ഡേറ്റ സ്വീകരിക്കാനുള്ള സെല്ലുലാർ ആന്റിനയാണ്. ഇത്തരത്തിൽ നിർമ്മിക്കാൻ പോകുന്ന പുതിയ കീബോർഡ് കമ്പ്യൂട്ടറിൽ ട്രാക്ക് പാഡ് ഉള്ളതിനാൽ മൗസിന്റെ ആവശ്യവും ഇല്ലാതാകും. ഉയർന്ന പ്രകടന മികവോടുകൂടി തന്നെ കമ്പ്യൂട്ടർ പ്രവർത്തിക്കാനായേക്കും എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയത്തുണ്ടാകുന്ന ചൂട് വായു സഞ്ചാരം വഴി ക്രമീകരിക്കാനായി ദ്വാരങ്ങളും ഫാനുകളും ഉൾക്കൊള്ളിക്കുമെന്നും പറയുന്നു. ചൂട് പുറന്തള്ളാനുള്ള തെർമൽ മാനേജ്മെന്റ് ക്രമീകരിക്കുന്നതിനായി കോപ്പർ, അലുമിനിയം, ബ്രാസ്, സ്റ്റീൽ, ബ്രോൺസ് തുടങ്ങിയവ പുതിയ കീബോർഡ് കമ്പ്യൂട്ടർ നിർമ്മാണത്തിൽ പ്രയോജനപ്പെടുത്തിയേക്കും എന്നും അറിയിച്ചിട്ടുണ്ട്.